അങ്ങനെ വീണ്ടും നമ്മുടെ കസിൻസിനായിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ എടയ്ക്കൊരു ബീച്ചിലാണ് പോകുന്നത്. നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ വഴി അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബീച്ചിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ബീച്ചെത്തി. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കുറവാണ്. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഇപ്രാവശ്യം മുങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാട്ടോ എല്ലാതും കൂടി വന്നിട്ടുള്ളത്. എന്തായാലും എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ബീച്ചിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട് നന്നായിട്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുങ്ങാനൊന്നും പാടില്ല, മുങ്ങിയിട്ട് അഥവാ കാട്ടിൽ നമ്മളെ കൊണ്ടുപോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് മുങ്ങിയേ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മുങ്ങിയേ പറ്റൂ എന്നുള്ളതിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ വല്ലാണ്ട് മുങ്ങിയൊന്നുമില്ല, എന്നാലും അത് മുങ്ങി. അത്ര ദൂരമൊന്നും പോയില്ല, കാരണം ഇനി കടലിൽ കൊണ്ടുപോയാൽ പിന്നെ വാനത്ത് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങി വൈബായിട്ട് വെള്ളത്തിൽ അടിച്ച് പൊളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും അടിച്ച് പൊളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും ഓണായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും ഇറങ്ങി. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചായയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ചായയുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ വീഡിയോ അങ്ങനെ അതിലിട്ടതാട്ടോ. നമ്മളെല്ലാവരും കൂടി പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ മറന്നു. സഫ എടുത്ത് വെച്ച ക്ലിപ്പുകൾ എന്തോ ഭാഗത്തിന് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇതിൽ വിടാൻ പറ്റിയത്. സഫയായിരുന്നു വീഡിയോസ് ഫുൾ എടുത്തിരുന്നത്, കാരണം എനിക്ക് മടിയായിട്ട് ഞാൻ പിന്നെ ആ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് വെള്ളത്തിൽ അടിച്ചു പൊളിക്കുകയായിരുന്നു, അങ്ങനെ പറയാം. അങ്ങനെ ഒരു ടീംസ് ഇവിടെ ഇതുപോലൊരു എന്താ പറയുക ടണൽ അല്ല ഒരു കുഴി ഉണ്ടാക്കുന്നുണ്ട്. ഞാനും വേറെ കസിനും കൂടിയിട്ട് ഞങ്ങൾ ടണൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടണലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വെള്ളം ഇതിനുള്ളിലേക്ക് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയത് കുറച്ച് നീങ്ങിയിട്ടായതുകൊണ്ട് വെള്ളം അങ്ങോട്ട് എത്തണില്ല. ചെറുതായിട്ടൊന്ന് പാളിപ്പോയെങ്കിൽ ടണൽ കറക്റ്റായിട്ട് വന്നു, പക്ഷെ വെള്ളം വന്നില്ല. നമ്മൾ ലാസ്റ്റ് വെള്ളം കുറേ നേരം കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് വെയിറ്റ് ചെയ്ത് വെള്ളം വരാൻ വേണ്ടി അങ്ങനെ വെള്ളം വന്നു. അപ്പുറത്തെ ടീമിൻ്റെ വലിയൊരു ടണലും കഴിഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി മണ്ണിൽ മൂടി കിടക്കായിരുന്നു കേട്ടോ, ഈ മെർമെയ്ഡിൻ്റെ ഒക്കെ പോലെ. അതിന് ശേഷം അടിപൊളി സ്കൈ ആയിരുന്നു. ആൻഡ് ഇവിടെ ഒരു വീടുണ്ട്, ഒരു എന്താ പറയുക ഒരു ഓഡിറ്ററി ടൈപ്പ് വീട്. ആൻഡ് അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു വിൻറ്റേജ് മൈൻഡ് കേട്ടോ ആ വീടിൻ്റെ അവിടെ നിന്ന്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ആദ്യം നേരത്തോടെ പോകാമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി നിന്നു. അങ്ങനെ സഫയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഓക്കെ ബൈ.